ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 52-ാം തിരുവചനം. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ജെറുസലേമിലേക്ക് തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തീകരിക്കുവാനായി, തൻ്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പോകുവാൻ തയ്യാറെടുക്കുന്ന യേശു തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ ജെറുസലേമിലേക്ക് അയച്ചു എന്ന് നാം ഇവിടെ കാണുന്നു. എന്തിനായിരിക്കാം ഇങ്ങനെ ചില ദൂതന്മാരെ യേശു അയച്ചിട്ടുണ്ടാവുക? ഒരു ഉദ്ദേശം യേശുവിനും കൂടെയുള്ള ശിഷ്യന്മാർക്കും അവരെ സ്വീകരിക്കുന്ന കുടുംബാംഗങ്ങളെ, വ്യക്തികളെ കണ്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുവാനും അവർക്ക് വേണ്ട താമസം, ഭക്ഷണം ഒരുക്കുവാനും ആയിരുന്നിരിക്കണം. എന്നാൽ മറ്റൊരു വലിയ ഉദ്ദേശം, തൻ്റെ ദൗത്യം, താൻ സ്ഥാപിക്കാൻ വന്ന രാജ്യം, ആ ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനവും ആ സന്ദേശം തനിക്ക് മുൻപേ താൻ കടന്നു പോകുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശവും യേശുവിനുണ്ടായിരുന്നിരിക്കണം. തൻ്റെ വലിയ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ദൂതന്മാരെ, പ്രതിസന്ധികളെ നേരിടാൻ പഠിപ്പിക്കുന്ന യേശു, നിരാകരണം അവർ അനുഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവർ കടന്നു പോകുന്ന സമരിയ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ അവരെ സ്വീകരിക്കാതെ വരുന്ന സമയം, യേശുവിൻ്റെ സത്യ സുവിശേഷത്തിൻ്റെ വഴി എളുപ്പമല്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന സമയം, ലോകത്തിൻ്റെ നാനാ ദിക്കിലേക്കും സുവിശേഷം പ്രസംഗിക്കുവാനായി പിന്നീട് പോകുവാൻ അവരെ പരിശീലിപ്പിക്കുന്ന യേശു. ഇന്നും ആ യേശു നാം ഓരോരുത്തരെയും ഇങ്ങനെ അവൻ്റെ ദൂതനായി ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നമ്മെ പലപ്പോഴും യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന, യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി ആക്കി തീർക്കുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ടാകാം. നമുക്കും നമ്മിലൂടെ യേശു ആഗ്രഹിക്കുന്ന പോലെ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ സാധിക്കുന്നുണ്ടോ? നാം പോകുന്നിടത്ത്, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരനുഭവമാക്കി കൊടുക്കുവാൻ ഏഴകളായ നമുക്കും സാധിക്കട്ടെ എന്നാഗ്രഹിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ പലവിധത്തിലുള്ള തടസ്സങ്ങൾ, നിരാകരണങ്ങൾ വന്നാലും യേശുവിനെ കാണിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ ദൗത്യം തുടരുവാനുള്ള നല്ല മനസ്സ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.